നമുക്കിവിടെ ഒരു നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിൻ്റെ പെർട്ടിക്കുലർ സൊല്യൂഷനാണ് നമുക്ക് കാണേണ്ടത്. അതെങ്ങനെയാണ് കാണുന്നത് അറിയാം. ആദ്യം നമ്മൾ ഈ ഹോമോജീനിയസ് ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷൻ്റെ ഉള്ളിലെ ഹോമോജീനിയസ് ഇക്വേഷൻ കാണും. എന്നിട്ട് നമ്മൾ പെർട്ടിക്കുലർ സൊല്യൂഷൻ കാണുക ചെയ്യാം. ഈ ഇക്വേഷൻ്റെ ഹോമോജീനിയസ് ഇക്വേഷൻ ഇതാണല്ലോ. ഇതിനെ നമുക്ക് y ഡബിൾ ഡാഷിന് r² എന്നും y ഡാഷിന് r എന്നും yനെ 1 എന്നും എടുത്തിട്ട് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കിക്കൂടെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ആറിൻ്റെ വാല്യൂ കാണാം. ആറിന് നമ്മളിങ്ങനെ ഫാക്ടർ ചെയ്തിട്ട് കാണാം. അല്ലെങ്കിൽ നിങ്ങൾ r = മറ്റേ ഇത് കാണൂലേ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ r = -b ± √(b²) - 4ac / 2a അത് വെച്ചിട്ടും കാണാം. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, 2 പോസിറ്റീവ് റൂട്ട് കിട്ടി. ആറിന് 2 പോസിറ്റീവ് റൂട്ട് 1ഉം 2ഉം 2 പോസിറ്റീവ് റൂട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ ഇങ്ങനെയാണ് വരികയെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 പോസിറ്റീവ് റൂട്ടാണെങ്കിൽ വേറെയാണ്, 2 സെയിം റൂട്ട് ആണെങ്കിൽ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ വേറെയാണ്. അല്ലെങ്കിൽ റൂട്ടിലാണ് നമ്മുടെ റൂട്ട് വരുന്നുണ്ടെങ്കിൽ, റൂട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് ആ റൂട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ വേറെയാണ്. അപ്പം നമുക്കിവിടെ 2 പോസിറ്റീവ് റൂട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതെന്താണ്, ഇതാണ് ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ വരിക ഈ ഹോമോജീനിയസിൻ്റെ. ഇനി ഇതിൻ്റെ പെർട്ടിക്കുലർ സൊല്യൂഷൻ എങ്ങനെയാണ് കാണാമെന്ന് വെച്ചാൽ, നമുക്കിവിടെ ഒരു e⁻⁻x എന്ന് പറയുന്ന ഫോമിലല്ലേ ഉള്ളത് നമ്മുടെ ഈ നോൺ ഹോമോജീനിയസ് പാർട്ട്, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ. അപ്പോൾ നമ്മൾ അതിൻ്റെ തന്നെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടാണ് നമ്മൾ എന്തെടുക്കുക, നമ്മുടെ പെർട്ടിക്കുലർ സൊല്യൂഷൻ എടുക്കുക. അപ്പോൾ e⁻⁻x ഏതൊരു കോൺസ്റ്റൻറ്റ് a മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ ഡെറിവേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുമല്ലോ, സെക്കൻഡ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമ്മുടെ ഹോമോജീനിയസ് ഇക്വേഷൻ അല്ലേ ഏത്, നമ്മുടെ ഈ ഇക്വേഷൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇയാളെ കൊണ്ടുപോയിടുമ്പോൾ എന്ത് സംഭവിക്കും, ഇങ്ങനെ വരുമല്ലോ. ഇനി ഇതിനെ ഒന്ന് സോർട്ട് ചെയ്ത് നമ്മൾ അറിയാവുന്ന ബേസിക് മാത്തമാറ്റിക്സ് യൂസ് ചെയ്ത് നമുക്കിത് ഇങ്ങനെ കിട്ടും, അതിൽ നിന്ന് ഇങ്ങനെ കിട്ടും, അതെന്താ ഇങ്ങനെ കിട്ടി. ഇപ്പോൾ നമ്മൾ എൻ്റെ വാല്യൂ എന്താ കിട്ടി, 1/6 ആണ് കിട്ടിയല്ലോ. എൻ്റെ വാല്യൂ 1/6. ഇത് നമ്മൾ എവിടെ കൊണ്ടുപോയിടുന്നു, നമ്മുടെ ഈ ഒരു ഇക്വേഷനിൽ കൊണ്ടുപോയിടുന്നു. അപ്പോൾ എന്ത് കിട്ടും, yp(x) എന്ന് പറഞ്ഞാൽ 1/6 e⁻⁻x എന്ന് കിട്ടി അല്ലേ. ഇനി നമ്മുടെ ജനറൽ സൊല്യൂഷൻ എങ്ങനെയാണ് കാണുക, ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോമോജീനിയസിൻ്റെയും പെർട്ടിക്കുലർ സൊല്യൂഷൻ്റെയും സമ്മാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതല്ലേ നമ്മുടെ ജനറൽ സൊല്യൂഷൻ, ഇതാണ് നമ്മുടെ പെർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടിയല്ലോ. നമ്മളോട് പെർട്ടിക്കുലർ സൊല്യൂഷൻ മാത്രമാണ് കാണാൻ പറഞ്ഞത് എന്നുണ്ടെങ്കിലും ഇതും കൂടി എഴുതുമ്പോൾ എന്തായി നമുക്ക് കൺസെപ്റ്റ് അറിയാമെന്നുള്ളതുകൊണ്ട് ഫുൾ മാർക്ക് പോകും കേട്ടോ.